ഹായ് ഫ്രണ്ട്സ്, ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ പ്രധാന ശല്യക്കാരായ എലികളെയും പല്ലികളെയും പാറ്റകളെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള കിടിലൻ 2 ടിപ്പുകളായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യത്തെ ടിപ്പിനായിട്ട് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മേൽപകുതി കുറച്ച് ഭാഗം നമുക്കൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു കത്തി വെച്ച് അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ചുരണ്ടി എടുക്കുക കേട്ടോ. ഉള്ളിലുള്ള എല്ലാ സ്കിന്നും നമുക്ക് അത്യാവശ്യം എല്ലാ സ്കിന്നും നമ്മളൊന്ന് ചുരണ്ടി എടുത്ത് വലിയൊരു കുഴിയാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അതാ നമ്മൾ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ചുരണ്ടി നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം ചുരണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്കിന്ന് മൊത്തം പുറത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്കിന്ന് നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചെറിയ കുഞ്ഞു പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ കുഞ്ഞു പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വീട്ടിലെ ഹാർപ്പിക് ഉണ്ടല്ലോ, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് കളർ ഹാർപ്പിക്കാണ്. അത് കുറച്ച് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലുള്ള ടിപ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെയൊക്കെ വുഡൻ സ്പൂൺ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. കൈ ഉപയോഗിച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹാർപ്പിക്കുമായിട്ട്. അതിനുശേഷം ഇതിനെ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്നും എടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മേൽപകുതിയുള്ള ആ ഭാഗം മുറിച്ച് വെച്ച ഭാഗം ഒന്ന് അതിലേക്ക് അമർത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് നിൽക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ എലികൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എലിക്ക് ഉരുളക്കിഴങ്ങ് തക്കാളി പോലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതെടുത്ത് കഴിക്കാനിടയാകും. അപ്പോൾ അതിനകത്തുള്ള ഹാർപ്പിക്കിൻ്റെ പോയിസൺ കാരണം നമ്മുടെ എലിയുടെ വയറ്റിനകത്ത് ചെല്ലുകയും അത് എലിയെ പെട്ടെന്ന് ചാകാനിടയാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് 100% റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സ് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ. നമ്മുടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ. അടുത്ത ടിപ്സിനായിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസോളം നമുക്ക് വന്നിട്ട് വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സിന്തറ്റിക് വിനെഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സിന്തറ്റിക് വിനെഗർ തന്നെ ഒഴിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, വെള്ളം ഒഴിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വിക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അമൃതാഞ്ജനോ വിക്സോ നമ്മളിവിടെ എഴുതിയ ഇമാമി മിൻറ്റോ പ്ലസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിൽ അത് ഫുള്ളായിട്ട് നമ്മളെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വിക്സോ അമൃതാഞ്ജനോ അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. ഇതിൻ്റെയൊക്കെ ഒരു ഹാർഡായിട്ടുള്ള സ്മെല്ല് നമുക്ക് നമ്മുടെ എലിയും പല്ലിയും പാറ്റകൾക്കൊക്കെ ഭയങ്കര രൂക്ഷമായ ഒരു മണമായിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലിന് ഒരു റോ ആയിട്ടുള്ള ഒരു സ്മെല്ലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ സ്മെല്ലിന് നമ്മുടെ വീട്ടിലെ എലിയും പല്ലിയും പാറ്റയൊക്കെ തലതെറിച്ച് ഓടിപ്പോകും. ഇതിൻ്റെ സ്മെല്ല് അതുകൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള എലികളെയും പല്ലികളെയും ഒക്കെ തുരത്താനുള്ള ഒരു കിടിലൻ ടിപ്പ് കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടിരിക്കുന്ന നമ്മുടെ ആ വിക്സ് അതൊന്ന് അലിയാനായിട്ട് ഒരു 1/4 ഗ്ലാസ് നമുക്ക് ചൂടുവെള്ളം, ഒന്ന് നന്നായി ചൂടായ വെള്ളം തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അതിലിട്ടിരിക്കുന്ന വിക്സ് ഒന്ന് അലിഞ്ഞ് മെൽട്ടായി അതിലേക്ക് ഉരുകി നമുക്ക് ചേരുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കൂടെ പുറത്തേക്ക് വന്നാലേ നമുക്ക് നമ്മുടെ പല്ലികളെയും പാറ്റകളെയൊക്കെ തുരത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കത് ഉരുകാനായിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വിക്സ് അതിലേക്കൊന്ന് ഉരുകി നന്നായിട്ടൊന്ന് മെൽട്ടാകണം. അതിനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിനി വേണ്ടത് നമുക്ക് കുറച്ച് ഡെറ്റോളാണ്. അപ്പം നമ്മൾ കുറച്ച് ഡെറ്റോൾ നമ്മൾ ഒരു അരമുടിയോളം ഡെറ്റോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡെറ്റോൾ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് വിനാഗിരിയും നമ്മുടെ വിക്സും അതുപോലെ തന്നെ ഡെറ്റോളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് വരുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലെ പല്ലികൾക്കും പാറ്റകൾക്കും ഒക്കെ ഇതൊരു രൂക്ഷഗന്ധമായിട്ടാണ് അവർക്ക് തോന്നുക. ആ ഒരു സ്മെല്ല് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അധികമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്പ്രേ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പല്ലിയും പാറ്റയും വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് തളിച്ച് കൊടുക്കുകയാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്
ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കിട്ടിയില്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ പല്ലിയും പാറ്റയും തുരത്താനുള്ള ഒരു കിട്ടിയില്ല ടിപ്പാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ഭാഗങ്ങളിൽ, അതായത് ഈ ഹോൾ വഴിയിലൊക്കെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുവഴിയാണ് നമുക്ക് പല്ലിയും പാറ്റയും ഒക്കെ നമുക്ക് അധികമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്ക് പല്ലിയും പാറ്റയും ഒക്കെ ശല്യം ഉണ്ടാകും. ആ ഭാഗങ്ങളിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കിച്ചൺ ഐറ്റംസ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.